ഇന്ന് ഏറ്റവും വലിയ പ്രശ്നമാണ് മാർക്കറ്റിൽ പോത്തിറച്ചിയും പശുവിറച്ചിയും എരുമിറച്ചിയൊക്കെ എങ്ങനെ തിരിച്ചറിയാമെന്നാണ്. സിമ്പിൾ മെത്തേഡ്. ഒരു ലാബിലും പോകണ്ട, എങ്ങും പോകണ്ട. നിങ്ങൾക്കെങ്ങനെ ഈ പശുവിറച്ചിയും എരുമിറച്ചിയും എങ്ങനെ തിരിച്ചറിയാം, പെട്ടെന്ന് എങ്ങനെ സാധിക്കും ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ കാണുന്നത് നമ്മളെ പോത്തിൻ്റെ ഇറച്ചിയാണ്. പോത്ത് വർഗ്ഗമെന്ന് വെച്ചാൽ അറിയാലോ, വെള്ളത്തിൽ ഏറ്റവും കൂടുതൽ കിടക്കുന്നത്. അതിന് വെള്ളം, അത് പ്രകൃതിക്കൊരു നിയമമുണ്ട്. പ്രകൃതിയുടെ നിയമം അനുസരിച്ച് അത് മരിക്കാനും അറിഞ്ഞില്ലെങ്കിലും അത് വെള്ളം കണ്ടാൽ വെള്ളത്തിലിറങ്ങും, പോത്തും എരുമക്കളുടെ വർഗ്ഗം. അപ്പം അതിൻ്റെ നെയ്യ് എന്ന് നോക്കിയാൽ മതി. എന്താ വെള്ള നെയ്യാണ്. വെള്ള നെയ്യ് പോത്തിനും എരുമക്കും ഉള്ളതാണ്. പിന്നെ ഈ വെള്ള നെയ്യ് അപൂർവമായിട്ട് പശുക്കൾക്കും കാളക്കും ഒക്കെ വരാറുണ്ട്, ഒരു 20%. അതെങ്ങനെ തിരിച്ചറിയാമെന്ന് ഞാൻ പറയാം. അങ്ങനെയാണെങ്കിൽ ഒരു അരമണിക്കൂർ ഒന്ന് വെയിലത്ത് വെച്ചാൽ അത് ആ കളർ മഞ്ഞ കളറായി മാറും. ഈ ഏതിറച്ചും കൊണ്ട് ഒന്ന് വെയിലത്ത് വെച്ചാൽ, ഇതെന്നെ കൊണ്ട് വെയിലത്ത് വെച്ചാൽ പശു എരുമയാണെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ മഞ്ഞ കളറായിട്ട് വരും. അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ലേ നമ്മളെ പോത്തിൻ്റെ വർഗ്ഗവും എരുമയുടെ വർഗ്ഗമുള്ള നെയ്യുടെ പ്രശ്നം. കണ്ട, കംപ്ലീറ്റ് ഇതുപോലെ നല്ല വെളുത്തിരിക്കും. കണ്ട, ഇത് വെയിലത്ത് വെച്ചാലും നല്ല പോത്തിറച്ചി എരുമിറച്ചിയാണെങ്കിലും വെയിലത്ത് വെച്ചാലും ഈ വെള്ള കളർ തന്നെ വരും. പിന്നെ ഇറച്ചി തന്നെ കണ്ട, ഒരു ഇറച്ചി കളർ വ്യത്യാസമുണ്ട്, ഭയങ്കര കളർ വ്യത്യാസമുണ്ട്. ഒരു മറ്റേ റെഡ് കൂടിയിട്ടുണ്ടാവും പശു ഇറച്ചിയാണെങ്കിൽ. ഈ ഇറച്ചി എന്ന് വെച്ചാൽ പശു ഇറച്ചിയാണ്. പശു നമ്മളെ മൂരി ഇതൊക്കെ ഈ വർഗ്ഗത്തിൽപ്പെട്ടാണ്. ഇതിൻ്റെ കളർ കണ്ട മഞ്ഞ കളർ ആയിരിക്കും, തനി മഞ്ഞ. ഈ മഞ്ഞ കളർ കാണാണ്ടിരിക്കാൻ വേണ്ടി ചിലർ രക്തം ഇതിൻ്റെ മുകളിൽ വയ്ക്കും. അപ്പോൾ രക്തം വെച്ചാൽ റെഡ് കളർ കിട്ടുമ്പോൾ ഈ മഞ്ഞ കളർ കാണില്ല. അത് കഴിക്കഴിഞ്ഞാൽ ഈ മഞ്ഞ കളറാണ്. മഞ്ഞ കളർ ഒരു കാരണവശാലും പോത്തിനും എരുമക്കും മഞ്ഞ കളർ ഒരു കാരണവശാലും വരില്ല. ഈ മഞ്ഞ കളർ നെയ്യ് വരുന്നത് കംപ്ലീറ്റ് പശു അല്ലെങ്കിൽ മൂരി വർഗ്ഗത്തിനാണ്. പിന്നെ അതിൻ്റെ ഇറച്ചി നോക്കിയാലും കുഴപ്പമില്ല, റെഡ് കളറാണ്.